ഉടൻ മയക്കുവെടി വെക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ദൗത്യ സംഘത്തിന്റെ അടുത്ത് നിന്ന് മോഴയാന നീങ്ങി എന്നുള്ളതാണ്. അതായത് മണ്ണുണ്ടി കോളനി ഭാഗത്തേക്ക് ആന നീങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഫെലിക്സ് കേൾക്കാമോ? സംഘവും ആ മണ്ണുണ്ടി കോളനി ഭാഗത്തേക്ക് നീങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അതായത് നേരത്തെ ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. നമ്മൾക്ക് ലഭിച്ചിരുന്ന വിവരമനുസരിച്ച് ഈ മോഴയാനയും ദൗത്യ സംഘവും തമ്മിൽ വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് ദൂരമുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ആന നീങ്ങിയിരിക്കുന്നു, മോഴയാന നീങ്ങിയിരിക്കുന്നു. നീങ്ങിയത് മണ്ണുണ്ടി കോളനി ഭാഗത്തേക്ക് ആന നീങ്ങിയിരിക്കുന്നു. ഡോക്ടർമാർ ഉൾപ്പെടുന്ന ദൗത്യ സംഘവും ആ ഭാഗത്തേക്ക്, ആ പരിസരത്തേക്ക്, മണ്ണുണ്ടി കോളനി ഭാഗത്തേക്ക് നീങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. കമലുണ്ട് വിവരങ്ങളുമായി. കമൽ, പറയൂ, എന്താണ് അവിടെ നടക്കുന്നത്? നല്ലതെടുക്കുക, മോശം നമ്മളങ്ങ് കളയാന്നുള്ള മാത്രമേ ഉള്ളൂ. സംഘം ഉള്ളിലേക്ക് പോയപ്പോൾ ആന അവിടെ നിന്ന് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു അരമണിക്കൂർ മുമ്പ് ഈ മോഴയാന അവിടെ നിന്ന് ലൊക്കേഷൻ മാറി രാവിലെ ആന നിലയുറപ്പിച്ചിരുന്ന മണ്ണുണ്ടി കോളനിയുടെ ഏതാണ്ട് അടുത്ത ഭാഗത്തേക്ക് ആന നീങ്ങി. അതുകൊണ്ട് തന്നെ ഈ ദൗത്യ സംഘം അല്പസമയം മുമ്പ് ബാവലിയിൽ നിന്ന് റോഡ് മാർഗം തന്നെ പുറത്തുകൂടി വന്നാണ് ഈ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘം അടക്കം 2 വാഹനങ്ങളിലായി ഈ ദൗത്യ സംഘം മണ്ണുണ്ടി കോളനിയുടെ ഭാഗത്തേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ഈ മണ്ണുണ്ടി കോളനിയിൽ നിന്നും അകത്തേക്ക്, വനത്തിനകത്തേക്കാണ് ഈ ആനയുടെ ലൊക്കേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകേണ്ടി വരും. മിക്കവാറും ഈ കോളനിയുടെ അടുത്ത് നിന്ന് ഉൾവനത്തിലാകണം ആനയുള്ളത്. എന്തായാലും ദൗത്യ സംഘം ഇപ്പോൾ ആ മേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ആര്യ, ശരി, നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതാണ്. ബാവലി മേഖലയിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മണ്ണുണ്ടി കോളനിയിലൂടെ ഉൾവനത്തിലേക്ക് ആന നീങ്ങിയിരിക്കുന്നു. 2 വാഹനങ്ങളിലായി ദൗത്യ സംഘവും ഡോക്ടർമാർ ഉൾപ്പെടുന്ന ദൗത്യ സംഘവും ആ ഭാഗത്തേക്ക്, മണ്ണുണ്ടി കോളനിയുടെ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. കമൽ, ഈ ഉൾവനത്തിലേക്ക് പോയി എന്ന് പറയുന്നു അവിടെ നിന്ന്. അപ്പൊ ഈ ആ ടെറൈൻ ഓക്കെ ആയിരിക്കുമോ ഈ ദൗത്യത്തിന്? അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണോ? ആര്യ, ഇത് വനത്തിനകത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടെറൈനെ പറ്റി വലിയൊരു ധാരണയില്ല. നേരത്തെ ഈ ഉച്ചയ്ക്ക് ഒരു 11 മണി മുതൽ ആന നിന്ന ഭാഗത്ത് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു ദൗത്യ സംഘത്തിന്. ആനയെ റോഡിനടുത്തേക്ക് കൊണ്ടുവരിക, അവിടെ നിന്ന് മയക്കുവെടി വെക്കുക, ലോറി എത്തിച്ചു കൊണ്ടുപോകുക. ആ ഭൂപ്രകൃതിയിൽ ഒരു കൃത്യമായ പ്ലാനോട് കൂടിയാണ് ദൗത്യ സംഘം മുന്നോട്ട് പോയത്. പക്ഷെ അപ്പോഴാണ് ഈ 3 മണിക്ക് ശേഷം ആന അവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ മണ്ണുണ്ടി കോളനി ഭാഗത്തേക്കാണ് ദൗത്യ സംഘവും മറ്റ് വനം വകുപ്പും ഉദ്യോഗസ്ഥരും ഒക്കെ നീങ്ങിയിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധി ഫെലിക്സ് അല്പസമയത്തിനകം കോളനിയുടെ പരിസരത്തെത്തി നമുക്ക് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും. എന്തായാലും ദൗത്യ സംഘം ഇപ്പോൾ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ശരി, എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മണ്ണുണ്ടി കോളനി ഭാഗത്തേക്ക് ഫെലിക്സ് എത്തും. നമുക്കപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആന നീങ്ങിയിരിക്കുകയാണ്, ആന വീണ്ടും ഉൾവനത്തിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നീങ്ങിയിരിക്കുന്ന ഈ ഉൾവനം എന്ന് പറയുന്നത് ഈ ദൗത്യത്തിന്, ഈ മിഷൻ അനുയോജ്യമായ ഒരു ടെറൈൻ ആണോ എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ആനയെ പിന്തുടരുകയാണ് ദൗത്യ സംഘം. 2 വാഹനങ്ങളിലായി ഈ ഡോക്ടർമാർ ഉൾപ്പെടുന്ന ദൗത്യ സംഘവും ഈ ആനയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്. ഉൾവനത്തിലേക്ക് ആന നീങ്ങിയിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇന്ന് തന്നെ മിഷൻ നടക്കണം. ഇപ്പോൾ തന്നെ സമയം 4 മണിയാകാൻ പോവുകയാണ്. മുത്തങ്ങയിലേക്കായിരിക്കും ഈ മയക്കുവെടി വെച്ച് ആനയെ മെരുക്കിയതിനു ശേഷം മുത്തങ്ങയിലേക്കായിരിക്കും ആനയെ കൊണ്ടുപോവുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ കുങ്കിയാനെ ആക്കാനുള്ള നീക്കം ഉണ്ടാവുക എന്ന കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വരികയുള്ളൂ. നേരത്തെ ഇന്ന് രാവിലെ കർണാടക വനംവകുപ്പ് അറിയിച്ചിരുന്നത് കർണാടക ഫോറസ്റ്റ് ഏരിയയിലേക്ക് ആന വന്നാൽ പിന്നെ ഈ ഒരു മിഷന്റെ ആവശ്യമില്ല, അത് ആനയുടെ ഒരു ആവാസ വ്യവസ്ഥ എന്നുള്ളതായിരുന്നു കർണാടക സ്വീകരിച്ചിരുന്ന നിലപാട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ദൗത്യ സംഘം നേരിടുന്നത് ആന വീണ്ടും റീലൊക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആന ഇപ്പോൾ ഉൾവനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദൗത്യ സംഘവും ആനയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്. 2 വാഹനങ്ങളിലായി മണ്ണുണ്ടി കോളനി പരിസരത്തേക്ക് ഈ ഡോക്ടർമാരടങ്ങുന്ന ദൗത്യ സംഘം നീങ്ങിയിട്ടുണ്ട്. ആന ഇങ്ങനെ റീലൊക്കേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിന് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. ഫെലിക്സ് മണ്ണുണ്ടി കോളനിയിലേക്ക് എത്തിയോ?
അല്പസമയത്തിനകം തന്നെ ഫെലിക്സ് മണ്ണുണ്ടി കോളനി ഭാഗത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആന ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആണ് ഈ മിഷനുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. നേരത്തെ ഈ മോഴയാനയും ദൗത്യ സംഘവും തമ്മിൽ വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഉടൻ തന്നെ ഈ മിഷനുമായി മുന്നോട്ട് പോകും, വളരെ പെട്ടെന്ന് മയക്കുവെടി വെക്കും എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന അപ്ഡേറ്റ്. പക്ഷേ ഇപ്പോൾ ആന മണ്ണുണ്ടി കോളനി ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്, ഉൾവനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ആ ടെറൈൻ ഈ മിഷൻ അനുയോജ്യമായ ഒരു പ്രദേശമാണോ എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ദൗത്യ സംഘത്തെ ഈ റീലൊക്കേഷൻ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ദൗത്യ സംഘവും ആനയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്.